ഹലോ ഗായ്സ്, ഞാൻ മേഴ്സി മാത്യു. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ വീഡിയോ പിടിക്കാമെന്ന് വെച്ചത്. ഇതൊരു എഗ് കുക്കറാണ് ഗായ്സ്. നമുക്ക് പെട്ടെന്ന് തന്നെ എഗ്ഗ് പുഴുങ്ങിയെടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. ഞാൻ ഇതിനു മുമ്പൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുക്കറുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആമസോണിൽ നിന്നാണ് ഈ എഗ് കുക്കർ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 6 മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് 6 വെക്കാം. ആ മുട്ട വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാനായിട്ട് അവർ നമുക്കിത് മെഷറിംഗ് കപ്പൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൻ്റെ ഈ ലീഫ്ലെറ്റിൽ പറയുന്ന പോലെ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് വെച്ചിട്ട് ഇതിനകത്തോട്ട് എത്രയാണോ നമുക്ക് മുട്ട വേണ്ടത് 6 വരെ മാക്സിമം വെക്കാം. 3 4 എത്രയാണ് ഫാമിലിക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ലിഡ് എടുത്തിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. കണ്ടോ, ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം പോകത്തില്ല. അതിങ്ങനെ ഒരു സൗണ്ട് കേൾക്കും നമുക്ക് ടൈറ്റായി കഴിയുമ്പം. അതിനുശേഷം നമ്മൾ പ്ലഗിലോട്ട് കുത്തി കൊടുത്താൽ മതി. അപ്പം ഇതൊരു 2 പിന്നാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വിസിൽ വരും. വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മുട്ട വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം പിന്നെ ഇതിൻ്റെ ലീഫ്ലെറ്റിൽ വേറൊരു കാര്യം അവർ പറയുന്നുണ്ട്. ആ മുട്ടയ്ക്ക് ഒരു ചെറിയ ഒരു നീഡിൽ ഇവർ തരുന്നുണ്ട്. ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം, ആ എയർ പോകാൻ വേണ്ടിയിട്ട്. ആ തൊണ്ടയിൽ ഒരു ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് വേണം വെക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് കുത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി കുത്തിയാലും പ്രശ്നമൊന്നുമില്ല. ആ മുട്ടയിലൊന്ന് ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം വെക്കുന്നതാണ് നല്ലതെന്നാണ് കമ്പനിക്കാർ അഡ്വൈസ് ചെയ്യുന്നത്. എനിവേ ഇതൊരു ഒത്തിരി നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ നഴ്സുമാരായിട്ടുള്ളവർക്കൊക്കെ ടൈം ഉണ്ടാകത്തില്ലല്ലോ. ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ തിരക്കിട്ടുള്ളവരെ പരിപാടികളല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മുട്ട പുഴുങ്ങി തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് വരെ നമുക്ക് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ നമ്മൾ മുട്ട നേരത്തെ പുഴുങ്ങി ഫ്രിഡ്ജിൽ വെക്കണം. അത് തിന്നുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി അന്ന് ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ പറ്റുന്ന അധികം സമയമൊന്നും വേണ്ട. അപ്പം ഇത് ഒത്തിരി നല്ലതാണെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ചും ഈ വർക്കിംഗ് വുമൻസിനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാൻ നിങ്ങളിത് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ കവറ്. നമുക്കിത് ആമസോണിൽ നിന്നാണ് ഈ സാധനം കിട്ടുന്നത്. ഇത് ചെറിയ വിലയുള്ളൂ. എനിക്ക് തോന്നുന്നു $20 താഴെയാണ് ഇതിൻ്റെ വില. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഗൈസ്. ഇത് മുട്ട ഓംലെറ്റ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത് ഞാൻ ആർക്കും പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഇത് പ്ലാസ്റ്റിക് ആണ് ഈ സാധനം. അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നതാണല്ലോ നല്ലത്. ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ പ്ലാസ്റ്റിക്. അപ്പോൾ ഈ 2 പ്ലേറ്റ് അവർ ഓംലെറ്റിന് വേണ്ടി നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാനിത് യൂസ് ചെയ്യുന്നില്ല. ഇത് മാറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ്. അത് ഞാൻ ആരോടും ഉപയോഗിക്കാൻ ഞാൻ പറയത്തില്ല, കാരണം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. പക്ഷേ ഇത് നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഈ സാധനം ഉപയോഗിക്കാം. ഇത് നല്ലൊരു പിന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ടൈം സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.